അങ്ങനെ തലേ ദിവസത്തെ യാത്രയുടെ ക്ഷീണമൊക്കെ തീർത്ത് ഞാൻ രാവിലെ ഒരു 6 മണിയോടുകൂടി എഴുന്നേറ്റു. മറ്റൊന്നിനും വേണ്ടിയല്ല, നമ്മുടെ രംഗൻ ചേട്ടൻ പറഞ്ഞിരുന്നു ഈ പ്രോപ്പർട്ടിയിലെ ഏറ്റവും ടോപ്പിൽ പോയാൽ അടിപൊളി ഒരു സൺറൈസ് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ അതിൻ്റെ ഒരു ത്രില്ലിൽ ഞാൻ രാവിലെ തന്നെ അലാറം വെച്ച് എണീച്ച് വന്നപ്പോൾ ഏറ്റവും ബ്യൂട്ടിഫുൾ സൺറൈസ് കണ്ടിട്ടുള്ളതിൽ ഒന്നാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്ക് ദൂരെ നിന്ന് തന്നെ സൂര്യൻ ഇങ്ങനെ പയ്യെ ഉദിച്ചുയർന്നു വരുന്നത് നമുക്ക് ആ മലയുടെ മേളിൽ നിന്ന് ആ തേയിലത്തോട്ടമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചായയോ കോഫി ഒക്കെ വേണമെങ്കിൽ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് പയ്യെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈ കാഴ്ചകൾ ഒപ്പിയെടുത്ത് അവിടെ തന്നെ നിന്നു. ഈ പ്രോപ്പർട്ടി പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ്. 2 മലയുടെ ഇടയ്ക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരുന്നു. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബുക്കിലൊക്കെ വരച്ചേക്കുന്ന പോലെ ഒരു സൺറൈസ്. അതൊരു വളരെ കൗതുകവും ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സൺറൈസ് ആയിരുന്നു. ഇതെല്ലാം ഈ പ്രോപ്പർട്ടിയിൽ ചുറ്റിപ്പറ്റി അവരെ നട്ടുപിടിപ്പിച്ചേക്കുന്ന കുറച്ച് ചെടികളും പൂക്കളൊക്കെയാണ്. വളരെ അടിപൊളി ഒരു സ്പോട്ടിലാണ് ഈ ഒരു നമ്മുടെ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കൂടിൽ കോട്ടേജ്, പ്രവീൺ കൂടിൽ കോട്ടേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമ്മൾ താമസിച്ച ആ കാണുന്ന ബിൽഡിങ്സിലൊക്കെ ഓരോ റൂംസ് ഉണ്ട്. നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് ആ സൺറൈസ് കണ്ടത്. അപ്പോൾ ഇതുപോലെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് വണ്ടികളൊക്കെ അവിടെ ഇടാം. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ അവർ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യും രാത്രിയിൽ. അപ്പോൾ ഇത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ട് ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ തന്നെ എന്ത് അടിപൊളിയല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂണൂർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് കാണാം, അത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു തീരുമാനമായിരുന്നു എൻ്റെ അവിടെ താമസിക്കാൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ അവിടെ നിന്ന് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് ഏറ്റവും താഴ്വശമാണിത്. ഇവിടെ വരെ നമുക്ക് താമസിക്കാനുള്ള കോട്ടേജസാണ്. അപ്പോൾ ഞാൻ ഈ ഏറ്റവും താഴെയുള്ള കോട്ടേജിലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കിന്നക്കോരെ, അതായത് എൻ്റെ ഈ യാത്രയിലെ മെയിൻ സ്ഥലമായ ഡെസ്റ്റിനേഷനായ കിന്നക്കോരയായിരുന്നു. സോ കിന്നക്കോരയിലേക്ക് യാത്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു, പയ്യെ കിന്നക്കോരയ്ക്ക് വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മുടെ കൂണൂരിൽ നിന്നും കിന്നക്കോരെ എന്ന അതിമനോഹരമായ ലാസ്റ്റ് വില്ലേജിലേക്ക് പോകുന്ന റൂട്ട്. അങ്ങനെ ഞാൻ പയ്യെ വണ്ടിയെല്ലാം റെഡിയാക്കി കിന്നക്കോരയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂണൂരിൽ നിന്നാണ്. കൂണൂർ ടു ഫസ്റ്റ് നമുക്ക് പോകുന്നത് ഈ ബോർഡിൽ കാണുന്ന പോലെ കുണ്ട എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഒരു ചെറിയ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുണ്ട നദിയുണ്ട്. അപ്പോൾ നേരെ നമ്മൾ കൂണൂരിൽ നിന്നും ഒരു 26 കിലോമീറ്ററാണ് കുണ്ടയിലേക്ക് വരുന്നത്. എന്നിട്ട് കുണ്ടയിൽ നിന്നും നമുക്ക് നേരെ മഞ്ഞൂരെത്തണം. മഞ്ഞൂരിൽ നിന്നുമാണ് നമ്മുടെ ലാസ്റ്റ് വില്ലേജായ കിന്നക്കോരയിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കിന്നക്കോരയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കിന്നക്കോരയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് മഞ്ഞൂർ എത്തിയിട്ട് തന്നെയാണ് നമുക്ക് മുള്ളി ഫോറസ്റ്റ് വഴി താഴേക്ക് ഇറങ്ങി കോയമ്പത്തൂർ റോഡ് പിടിക്കാൻ. സോ കിന്നക്കോര ചെന്നിട്ട് നമുക്ക് അവിടുന്ന് ഒരു റൂട്ട് എങ്ങോട്ടുമില്ല. അത് ലാസ്റ്റ് വില്ലേജാണ്, അതൊരു ഡെഡ് എൻഡാണ്. സോ എല്ലാവരും അതെപ്പോഴും മനസ്സിൽ കാണുക. സോ ഇപ്പോൾ കൂണൂരിൽ നിന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ, ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞൂരിലാണ് ലാസ്റ്റ് പെട്രോൾ പമ്പുള്ളത്. സോ മഞ്ഞൂരിൽ നിന്ന് പെട്രോൾ പമ്പിൽ നിന്നാണ് ഞാൻ പെട്രോൾ അടിച്ചത്. സോ അവിടെ നമുക്കൊരു ഫുൾ ടാങ്ക് അടിച്ച് നേരെ കിന്നക്കോര പോയിട്ട് തിരിച്ച് മഞ്ഞൂരെത്തി തിരിച്ച് നമുക്ക് നമ്മുടെ മുള്ളി ഫോറസ്റ്റ് റൂട്ട് വഴി താഴെ എത്താൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ നമ്മുടെ കോയമ്പത്തൂർ റൂട്ട് പിടിച്ച് നാട്ടിലേക്കും തിരിച്ചു മടങ്ങാം. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് മുള്ളി ഫോറസ്റ്റിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 44 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് അട്ടപ്പാടി ഫോറസ്റ്റ് കയറാൻ പറ്റും. നമ്മുടെ അയ്യപ്പനും കോശി സിനിമയിൽ പറയുന്ന ആ ഒരു റൂട്ട്, അതായത് ആ മുള്ളി അട്ടപ്പാടി ഊട്ടി റൂട്ട്, അത് എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് അത് ചെയ്യാം. പക്ഷെ ഞാൻ ക്ലൈമറ്റ് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് അട്ടപ്പാടി ഇതിൽ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അത് മറ്റേതെങ്കിലും ഒരു ദിവസം മഴയൊക്കെ ഉള്ളൊരു ടൈമിൽ കവർ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അങ്ങനെ ഈ കാണുന്നത് നമ്മുടെ കുണ്ട, ഞാൻ പറഞ്ഞ കുണ്ട ഡാം. ഇവിടെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് അവിടെ വെള്ളം തുറന്നു വിട്ടുള്ള മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുണ്ട നദി ഒഴുകുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ ഈ കിന്നക്കോരയിലേക്കുള്ള യാത്ര അതിമനോഹരമാണ്. അടിപൊളി ഒരു റൂട്ടാണ്, ഒരു കാട് റൂട്ടാണ്. ഒരു സൈഡിൽ തേയിലത്തോട്ടം, ഒരുപാട് ഗ്രാമങ്ങളെയും ബിറ്റ്വീൻ വരും. നമുക്ക് മഞ്ഞൂർ വരെ നമുക്ക് അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ മഞ്ഞൂർക്ക് ശേഷം മഞ്ഞൂരിൽ നിന്ന്
കിന്നക്കോരയിലേക്കുള്ള റൂട്ടിൽ ഒരു കടകൾ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിക്കാനെന്തെങ്കിലും അല്ലെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ നോക്കൂ, ഇതുപോലെ മഞ്ഞൂർ എത്തുന്നതിന് മുന്നുള്ളൊരു ഒരു ബ്രെത്ത് വ്യൂ പോയിൻ്റാണ് ഇതൊക്കെ. അടിപൊളിയാണ്. കോടയം മഞ്ഞൊക്കെ ഇറങ്ങുന്ന ടൈമിൽ ഇവിടത്തേക്ക് അവസ്ഥ എന്തായിരിക്കും ഞാൻ പറയേണ്ടതില്ലല്ലോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഞാൻ പോയത് ഇങ്ങനൊരു ക്ലൈമറ്റിലാണെങ്കിൽ പോലും ഈ റൂട്ട് വളരെ ഒരു മാജിക്കൽ റൂട്ട് പോലെ എനിക്ക് തോന്നുന്നു. എത്ര വേണം നമുക്ക് ഓടിക്കാം. നല്ല അടിപൊളി റോഡാണ്, കുണ്ടും കുഴികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് മഞ്ഞൂരെത്തി. അപ്പോൾ ഇത് മഞ്ഞൂർ ടൗണാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾക്കിനി മഞ്ഞൂരിൽ നിന്ന് കിന്നക്കോര ഉള്ളൊരു നേരെയുള്ള റോഡാണ്. ഒരു 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇത്ര പൊളിയായിട്ടുള്ള ഒരു റൂട്ടാണ്. എന്തായാലും ഊട്ടി പോകുമ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കുക. അങ്ങനെ മഞ്ഞൂരിൽ നിന്നൊരു 34 ഹെയർ പിൻസ് ഉണ്ട് നമുക്ക് താഴെ എത്താൻ, കിന്നക്കോര എത്താൻ. സോ ഒരു 34 ഹെയർ പിൻസ് ഉണ്ട്. അതൊന്നും ഒരു വളരെ സിമ്പിളാണ്. അടിപൊളി റോഡാണ്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ്. കണ്ടില്ലേ, ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മലകളും ഒക്കെ കണ്ടിട്ട് ഒരു അടിപൊളി ഒരു യാത്ര. പക്ഷെ എല്ലാവരും എന്തായാലും അവിടേക്ക് പോകാൻ പോകുന്ന വഴിക്ക് ഇതുപോലെ അടിപൊളി വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം. അങ്ങനെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയിൽ കൂടെ ഉള്ളൊരു റോഡാണ് കിന്നക്കോരയിലേക്കുള്ളത്. എസ്പെഷ്യലി കിന്നക്കോരൻ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റൂട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. കിന്നക്കോര ചെയ്യുന്ന നമുക്കൊരു സ്പെഷ്യൽ വ്യൂ പോയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കിന്നക്കോര വില്ലേജിലേക്ക് പോകുന്ന ഈ റൂട്ടാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ റൂട്ട് ആൻഡ് ദ റോഡ്. സോ ബൈക്ക് യാത്രക്കാർക്ക് എങ്ങനെ പോയാലും എല്ലാ രീതിയിലും ഒരു 180 ഡിഗ്രിയിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ്. കോടയം മഞ്ഞുള്ള ടൈമിൽ പലരും പോയേക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി അതൊക്കെ കണ്ടപ്പോൾ. പക്ഷെ എന്തായാലും നമ്മൾ അങ്ങനെ ഒരു ക്ലൈമറ്റ് ടൈമിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും. കാരണം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിന്നക്കോരയിലേക്ക് പോകുന്ന മെയിൻ ഒരു കാട് റൂട്ട്. ഞാൻ പോകുന്ന വഴി ഇതുപോലെ പോലീസുകാരിങ്ങനെ അവിടുത്തെ പ്ലാസ്റ്റിക്കും ചപ്പുചവറുകൾ കാര്യങ്ങളെല്ലാം കത്തിക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലതാണ്. അവിടെ പ്ലാസ്റ്റിക് അവർ ഓൾറെഡി നിരോധിച്ചു കഴിഞ്ഞു. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വളരെ നല്ലതാണ്. കൊടൈക്കനാലിലൊക്കെ അതുപോലെ വരുവാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മളീ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ വലിച്ചു വാരിയിട്ടേക്കുന്നതാണ് മലയുടെ മേളിലൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയാണ്. സോ ഊട്ടി അവരത്രയും സെറ്റപ്പായിട്ടാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ കിന്നക്കോര റൂട്ട്. ഈ റൂട്ടിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് നമുക്ക് ബൈസണിനെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കിന്നക്കോരയായിരുന്നു എൻ്റെ ഈ ഒരു റൈഡിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ സ്പോട്ടെന്ന് പറഞ്ഞാൽ. ഈ റൂട്ട് അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിക്കൂടിയ ഒരു കാര്യമായിരുന്നു. അതും ഒറ്റയ്ക്ക് ഈ ഒരു റൈഡ് പോകണം, കാട് റൂട്ട്, ഡെൻസ് ഫോറസ്റ്റ് കൂടെ പോകണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചൊരു വഴിയാണ്. എന്തായാലും നിങ്ങൾ പോകുമ്പോൾ കുറച്ച് അലേർട്ടായിട്ടൊക്കെ തന്നെ വണ്ടി ഓടിക്കുക. ഇപ്പോൾ ബൈസുണ്ട് കാര്യങ്ങളൊക്കെ റോഡിന് നടുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ കാടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ബൈസൺ കിടക്കുന്നതൊക്കെ കാണാം. അവർ അവരുടെ കാര്യം നോക്കി പുല്ലൊക്കെ തിന്ന് അവിടെ ഇരിക്കുന്നതായിരിക്കും. നമ്മളായിട്ട് വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തു പോവോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ അത് അറ്റാക്ക് ചെയ്ത് കളയും. പുലീനെ വരെ കുത്തിമറിച്ചിടുന്ന കാട്ടുപോത്താണ്. സോ അതെപ്പോഴും അലേർട്ടായിട്ട് തന്നെ മനസ്സിൽ വെക്കുക. അങ്ങനെ പുലി കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൊരു ഡെൻസ് ഫോറസ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടിൽ പോകുന്നതിൻ്റെതായിട്ട് സീരിയസ്നെസ്സോടുകൂടി തന്നെ പോവുക. അങ്ങനെ ഒരുപാട് പേടിക്കാനായിട്ടൊന്നുമില്ല. നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് തന്നെ പോകാമെന്നേ ഉള്ളൂ. പിന്നെ മനസ്സിലെപ്പോഴും ഒരു അലേർട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഹെയർ പിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി റൂട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഒരു കാറിലാണെങ്കിൽ പോലും ഒരു ഫാമിലിയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കണ്ട് നല്ല രസിച്ച് പോകാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോകാനായിട്ട് ശ്രമിക്കുക. സോ എനിക്ക് ഇവരുടെ ഈ ഒരു ബാരിക്കേഡ് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും കാറോ ബൈക്കോ കൺട്രോൾ വിട്ട് അതിൽ പോയി ഇടിച്ചാലും അത് തിരിച്ച് തന്നെ റോഡിലേക്ക് തന്നെ വീഴും. അതിൽ പൊളിച്ചപ്പുറത്തേക്ക് പോകത്തില്ല. അതൊരു റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ അത് കറങ്ങിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വരും. അതൊക്കെ വളരെ സേഫ്റ്റിയിൽ അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, യാത്രക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു അത്രയും കെയർഫുള്ളായിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അടിപൊളി റൂട്ടാണ്, പക്ഷേ റോഡ് കുറച്ച് നാരോ ആണ്. സോ നമ്മളൊരു ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരാൻ എപ്പോഴും ചാൻസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം എപ്പോഴും പോകാൻ. കാരണം നമുക്ക് പെട്ടെന്നൊന്ന് വെട്ടിച്ച് തിരിക്കണമെങ്കിൽ അപ്പുറത്ത് കൊക്കയാണ്, നേരെ കൊക്കയിലേക്കായിരിക്കും പോകുന്നത്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ റൂട്ടിലൊന്ന് വണ്ടി ഓടിക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ എല്ലായിടത്തും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു
മഴ ടൈമിൽ റെയിനി സീസണിലോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് നമ്മളൊരു വിൻ്റർ സമയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കിന്നക്കോരയുടെ ശരിക്കുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും പ്രകൃതിയുടെ. സോ എല്ലാവരും ആ ടൈമിൽ തന്നെ പോകാനായിട്ട് മാക്സിമം നോക്കുക. നമ്മളും ഇനിയും പോകുന്നുണ്ടാവും ഉറപ്പായിട്ടും, കാരണം അത്ര മനസ്സിൽ കയറി കൂടിപ്പോയി. അങ്ങനെ പോകുമ്പോൾ ഇതുവഴി തന്നെ ശരിക്കും കിന്നക്കോരയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞുള്ള അറിവാണ്, ലോക്കലൈറ്റ്സ് പറഞ്ഞുള്ള അറിവാണ്. പണ്ട് കാലത്ത് പാപം ചെയ്യുന്നവരെ അല്ലെങ്കിൽ കുറ്റം ചെയ്യുന്നവരെ കൊണ്ടിടുന്ന ഒരു പ്ലേസായിരുന്നു കിന്നക്കോര. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പലരും പറയുന്നത് ഞാൻ കേട്ടു, ഇതുപോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു പ്ലേസിലാണ് കൊണ്ടിടുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നത്. അത് ശരിക്കും ശരിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഒരു ഡെൻസ് ഫോറസ്റ്റാണ്. ഇവിടെ അങ്ങനെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് ഒരു വില്ലേജിൽ കുറച്ച് വീടുകൾ, ഏകദേശം ഒരു 50 വീടുകളാണുള്ളത്. പിന്നെ അവിടെ അവരുടെ മെയിൻ ഒരു ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഉണ്ട്. അപ്പോൾ കാപ്പി പറിച്ച് അവരത് ഉണക്കി ക്ലീനാക്കിയിട്ട് അവർ കൂണൂര് കൊണ്ടുവരും. എന്നിട്ട് അത് പൊടിച്ചിട്ട് അതിന് അവർക്ക് 1 കിലോയ്ക്ക് 150 അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത് ചോദിച്ചപ്പോൾ. അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ പോകുമ്പോൾ നല്ല ഫ്രഷ് കാപ്പിയൊക്കെ മേടിക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും. അപ്പോൾ കടകളൊന്നും ഒരുപാട് ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഈ റൂട്ടിൽ. അതെനിക്കെപ്പോഴും പറയാനുള്ളത്. കയ്യിൽ കാര്യങ്ങളെല്ലാം കരുതുക. ഇപ്പോൾ നമുക്ക് ഫോണൊക്കെ ആണെങ്കിലും ഫുൾ ചാർജ് ചെയ്തൊക്കെ വെച്ചിട്ട് വരിക. കാരണം നമുക്കങ്ങനെ ചാർജ് ചെയ്യാനൊരു സൗകര്യമൊന്നും കടകളിലൊന്നും കയറി ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. വളരെ ചെറിയ കുഞ്ഞു കടകൾ മാത്രമേ ഉള്ളൂ. അതും ഭയങ്കര പ്രായമായവരാണ്. അവർക്കങ്ങനെ നമ്മൾ പറയുന്നതൊന്നും പെട്ടെന്ന് മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മളത് കിന്നക്കോരയുടെ മെയിൻ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുത്തെത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ആ റൂട്ട്. എന്ത് ബ്യൂട്ടിഫുള്ളല്ല. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഫുള്ള് ചുറ്റിനും ചെടികളും ഒരുപാട് പൂക്കളും ഒക്കെ ആ റൂട്ടിലുണ്ട്. സോ ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ റൂട്ട്. ഈ ഒരു ബൈ റോഡ് പോകാൻ ഭയങ്കര റൂട്ട് ഒരുപാട് ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ കിന്നക്കോരയിൽ. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു കിന്നക്കോര പോകണമെന്നുള്ളത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അതും ഒറ്റയ്ക്ക് പോകണമെന്നുള്ളതും ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതങ്ങനെ സാധിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോവാം. കിന്നക്കോര എന്ന ടൗണിൽ എന്താണുള്ളത്, ലാസ്റ്റ് വില്ലേജ് ഏതാണ് എന്നൊക്കെ അറിയാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോയി. അങ്ങനെ നമ്മൾ പോകുന്ന റൂട്ടിലാണെങ്കിലും ഇത് ചുറ്റും ഒരു റിസർവ് ഫോറസ്റ്റാണ്. ഇതിനപ്പുറത്ത് കേരളമാണ്. ശരിക്കും ഇതൊരു തമിഴ്നാട് കേരളം ബോർഡറാണ് കിന്നക്കോര എന്ന് പറഞ്ഞത്. അങ്ങനെ കിന്നക്കോര ടൗണിൽ നമ്മളെത്തി. അവിടെ ഞാൻ ബൈക്ക് വെച്ച് കുറച്ച് ഷോട്ട്സൊക്കെ എടുത്തു. കുറേ നേരം അവിടെ റെസ്റ്റ് എടുത്തൊരു 10-15 മിനിറ്റോളം ഞാൻ ആ ടൗണിൽ ആ ഒരു ആൽമര ചോട്ടിൽ ഞാനിരുന്നു. ഭയങ്കര പീസ്ഫുള്ളാണ്. അവിടെ കുറേ അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ടാവും. അവർ വന്ന് നമുക്കിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇതുവരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അതിന് ശേഷം നമുക്കൊരു റൂട്ടില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് മഞ്ഞൂർ തന്നെ തിരിച്ച് 30 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തെത്തണം, അല്ലെങ്കിൽ കാർ ഓടിച്ചെത്തണം. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വെക്കുക. അപ്പോൾ അതിനുള്ള പെട്രോളെല്ലാം അടിച്ചിട്ട് തന്നെ എല്ലാവരും പോകാനായിട്ട് ശ്രമിക്കണം. സോ ഇതാണ് കിന്നക്കോര ടൗൺ. ഇത് വളരെ മിനിമലായിട്ടൊരു 100-500 പോപ്പുലേഷൻ, അത്രയേ ഉള്ളൂ പോപ്പുലേഷൻ. അങ്ങനെ നമ്മൾ മഞ്ഞൂരിൽ നിന്നും മുള്ളി നമ്മുടെ ഹെയർ പിന്നെല്ലാം കഴിഞ്ഞ് താഴെ എത്തുമ്പോഴാണ് ഈ ഒരു റിവറൊക്കെ. അപ്പോൾ നമ്മൾ മുള്ളി അട്ടപ്പാടിയിലോട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും, മറ്റൊരു റൈഡ് നമ്മൾ പോകുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ കിന്നക്കോരയുടെ വിശേഷവും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ലൊരു യാത്രയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ ബൈ ബൈ.